നമസ്കാരം. അഖിൽ മാരാർ അങ്ങനെ 2020 വിടുകയാണ്. സാബു എം ജേക്കബുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ അഖിൽ കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് 2020ലേക്ക് വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു, ഇപ്പോൾ ഇറങ്ങിപ്പോകാനുള്ള കാരണം എന്താണ് എന്നത് ഉൾപ്പെടെ പറയുന്നു. ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷനിൽ അഖിൽ പ്രതീക്ഷിച്ചിരുന്നത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വമാണ്. അതെ, കൊട്ടാരക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് താൻ വരും എന്നത് ഉൾപ്പെടെയുള്ള മാധ്യമ വാർത്തകൾ അഖിൽ മാരാർ വരും എന്ന രീതിയിൽ ഉണ്ടായിരുന്നു. ആ സമയത്തും അഖിൽ മാരാർ പറയുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. എന്നാൽ കൊട്ടാരക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകേണ്ടിയിരുന്ന താൻ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഇടപെടൽ കാരണം ഐഷ പോറ്റി അവിടെ സ്ഥാനാർത്ഥിയായി മാറി. കൊടിക്കുന്നിൽ സുരേഷിന് തന്നോട് വ്യക്തിവൈരാഗ്യം മുന്നേയുമുണ്ട്. എങ്ങനെയെങ്കിലും തന്നെ വെട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഐഷ പോറ്റിയെ കൊണ്ടുവരുന്നതും കൊടിക്കുന്നിൽ സുരേഷ് അവിടെ കൊണ്ടുവരുന്ന ഒരു സാധ്യത ഉണ്ടാവുന്നത്. പക്ഷേ അതിനുശേഷമാണ് ഒരു തീരുമാനമെടുക്കുന്നത്, തനിക്ക് മത്സരിക്കണം. അങ്ങനെ മത്സരിക്കാൻ ഒരു തീരുമാനത്തിൽ നിന്ന് തനിക്ക് ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ പാളിച്ച സംഭവിക്കാൻ പോകുന്ന ഒരു തീരുമാനമായിരിക്കും താൻ എടുക്കാൻ പോകുന്നതെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നതാണ് അഖിൽ മാരാർ 2020യിൽ പ്രവേശിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത്. അതായത് 2020 ആദ്യം അഖിൽ മാരാറിനോട് പറഞ്ഞിരുന്നത് കൊട്ടാരക്കരയിൽ ഒരു സീറ്റ് തരാമെന്നാണ്. അതായത് അഖിൽ മാരാറിന്റെ സ്ഥലമായ കൊട്ടാരക്കരയിൽ തന്നെ ഒരു സീറ്റ് 2020യുടെ ലേബലിൽ അഖിൽ മാരാറിന് തരാം എന്നാണ് അഖിൽ മാരാറിനോട് ആദ്യം 2020യുടെ സ്ഥാപകൻ കൂടിയായ സാബു എം ജേക്കബ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറെടുപ്പുകളോടെ അഖിൽ മാരാർ 2020യിൽ പ്രവേശിക്കാമെന്ന് പറഞ്ഞ് നിന്നു. പക്ഷേ അവിടെ താൻ ചതിക്കപ്പെടുകയാണ്. ഡൽഹിയിൽ ഉൾപ്പെടെ പോയി സംസാരിച്ചതിന് ശേഷമാണ് കൊട്ടാരക്കരയിൽ സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് എല്ലാ തരത്തിലും അത് ഓക്കെ അടിച്ചതിന് ശേഷം കൊച്ചിയിൽ BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിനോട് സംസാരിക്കുന്ന വേളയിൽ അഖിൽ മാരാർ ഈ കാര്യം സൂചിപ്പിക്കുമ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് തങ്ങളുടെ കാര്യം മറന്നുപോയി എന്നത്. അവിടെ അഖിൽ മാരാർ മനസ്സിലാവുന്നു ഒരു പാളിച്ച സംഭവിക്കുന്നു അങ്ങനെയാണ് കൊട്ടാരക്കര കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, തൃപ്പൂണിത്തറ സീറ്റ് നൽകാമെന്ന് പറഞ്ഞു. അവിടെയും ചതി നടന്നു. തൃപ്പൂണിത്തറയിൽ സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് അവിടെയും പറ്റിച്ചതിന് ശേഷമാണ് പിന്നീട് തൃക്കാക്കരയിൽ സീറ്റ് നൽകുന്നത്. മാർച്ച് 15-നാണ് തൃക്കാക്കരയിൽ സീറ്റ് നൽകാമെന്ന് സാബു എം ജേക്കബ് അഖിൽ മാരാറിനോട് പറയുന്നത്. അതേ മാർച്ച് 15-ാം തീയതി തന്നെ അഖിൽ മാരാർ തിരിച്ച് സാബു എം ജേക്കബിനോട് പറയുന്നു ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇത് എന്ന് പറയുന്നു. കാരണം ആ സമയത്ത് അഖിൽ മാരാർ 2020യിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും അപ്പോൾ എടുക്കുന്നൊരു സ്റ്റാൻഡ് ഇലക്ഷനെ തന്നെ ഭാവി ബാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തനിക്ക് ഒരു ചതിക്കുഴിയിൽ താൻ പെട്ടു എന്ന് മനസ്സിലാക്കിയതാണ് അഖിൽ മാരാറിന്റെ വാക്കുകൾ. അഖിൽ ഇപ്പോൾ പറയുന്ന വാക്കുകൾ അങ്ങനെയാണ്. അതായത് തനിക്ക് കൊട്ടാരക്കരയിൽ സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ചു, അതിനുശേഷം തൃപ്പൂണിത്തറയിൽ സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ചു, പിന്നീടാണ് തൃക്കാക്കരയിൽ സീറ്റ് അഖിൽ മാരാറിന് കൊടുക്കുകയും ചെയ്തത്. അത് വലിയൊരു തിരിച്ചടിയായി മാറിയെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അപ്പോൾ തന്നെ തനിക്കൊരു വലിയ തെറ്റ് പറ്റി എന്നതും കൂടി അത് അഖിൽ മാരാർ പറയുന്നു. പക്ഷേ അന്ന് ഇതൊന്നും പറയാതെ മിണ്ടാതിരുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇലക്ഷൻ നടക്കുന്ന സമയം അത് താനൊരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അഖിൽ മാരാർ മിണ്ടാതിരുന്നു എന്ന് പറയുന്നത്. തൃക്കാക്കരയിൽ 15,000 വോട്ട് കിട്ടിയിട്ടുണ്ട് മുന്നേ എന്നത് എല്ലാവരും പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പ്രചരണത്തിന് ഇറങ്ങിയതിനു ശേഷമാണ് അഖിൽ മാരാറിന് മറ്റൊരു തിരിച്ചടി കിട്ടുന്നത്. അതായത് തന്നോടൊപ്പം പ്രചരണത്തിന് ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന ഇത് 2 പേർ മാത്രമാണ്. അതായത് തുടക്കം മുതൽ അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നത് 2 പേർ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ വരും, കൈ കൊടുക്കും, പോകും എന്നത് ഒഴിച്ചു നിർത്തിയാൽ വേറെ ഒരു ഭാഗത്ത് നിന്നൊരു സപ്പോർട്ട് തനിക്ക് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് തൃക്കാക്കര പോലൊരു മണ്ഡലം തനിക്ക് പരിചയമില്ലാത്ത മണ്ഡലമാണ്. അന്ന് പോലും അഖിൽ മാരാർ പറഞ്ഞിരുന്നത്, മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കൊട്ടാരക്കരയല്ലേ നിൽക്കേണ്ടിരുന്നത്, എന്തുകൊണ്ട് തൃക്കാക്കര എന്ന് ചോദിച്ചപ്പോൾ അഖിൽ മാരാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നതും എവിടെയാണെങ്കിലും തനിക്ക് ആളുകൾ അറിയാം, തൃക്കാക്കരയിലാണെങ്കിലും ആളുകൾക്ക് തന്നെ പരിചയമുണ്ട്, അതുകൊണ്ട് എവിടെ മത്സരിച്ചാലും കുഴപ്പമില്ല എന്നാണ് അന്ന് അഖിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. കാരണം പാർട്ടി അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രം. പക്ഷേ ഇന്ന് ചതിക്കുമേൽ ചതി എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നതിന് ശേഷമാണ് 2020 വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അഖിൽ മാരാർ പോകുന്നതും മാധ്യമങ്ങളോട് അഖിൽ മാരാർ തുറന്ന് സംസാരിക്കുകയും ചെയ്യുന്നത്. ഈ പ്രചരണ സമയത്ത് ആകെ 2 പേർ മാത്രം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പോലും തൻ്റെ ഇഷ്ട ബൈക്കായ BMW ബൈക്ക്, അതായത് 20 ലക്ഷം രൂപ വരുന്ന ഒരു BMW ബൈക്ക് തനിക്ക് വിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതും അഖിൽ മാരാർ പറയുന്നുണ്ട്. അതായത് താൻ ആശിച്ചു മോഹിച്ചു വാങ്ങിയ ബൈക്ക് പ്രചരണം നടത്താൻ വേണ്ടി മാത്രമായിട്ട് 20 ലക്ഷം രൂപയുടെ ബൈക്ക് തനിക്ക് വിൽക്കേണ്ടി വന്നു. ഈ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി പലതവണ സംസാരിച്ചതിന് ശേഷം മാത്രമാണ് താൻ മുടക്കിയ പൈസ പോലും തനിക്ക് തിരിച്ചു കിട്ടിയത് എന്നത് അഖിൽ മാരാർ പറയുന്നത്. അതോടൊപ്പം തന്നെ തനിക്കൊരു മോഹന വാഗ്ദാനം കൂടി വരുന്നു. കൊല്ലം ജില്ലയിൽ തന്നെ ജില്ലാ പ്രസിഡന്റ് ആക്കി മാറ്റാം, അതായത് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം വരെ നൽകാമെന്ന് പറഞ്ഞൊരു വാഗ്ദാനം കൂടി വരുന്നു. ഒന്നാമത് കൊല്ലം ജില്ല 2020യുമായി ബന്ധമില്ലാത്ത സ്ഥലമാണ്. അങ്ങനെ ആളില്ലാ സ്ഥലത്ത്, ആളില്ലാ പ്രദേശത്ത് ജില്ലാ പ്രസിഡന്റ് ആക്കാമെന്ന് പറയുന്നൊരു വാഗ്ദാനം നൽകുകയും ചെയ്തു. അന്ന് ആ വാഗ്ദാനം നൽകി ഏകദേശം 2.5 മാസം പിന്നിടുന്നു.
പക്ഷേ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും ഉണ്ടാകുന്നില്ല. അഖിൽ മാരാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു, ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തെക്കുറിച്ച് ചോദിക്കുന്നു. പക്ഷേ ഒരു തരത്തിലുമുള്ള അപ്ഡേറ്റ് സാബു എം ജേക്കബിന്റെ ഭാഗത്തു നിന്നും 2020 ഭാഗത്തു നിന്നും കിട്ടുന്നില്ല. ആ പശ്ചാത്തലത്തിലാണ് അഖിൽ മാരാർ 2020 വിടുന്നത്. വലിയൊരു രാഷ്ട്രീയ മൂവാണത്, പറയാതിരിക്കാൻ കഴിയില്ല. ഇനി അഖിൽ മാരാർ എങ്ങോട്ടേക്ക് എന്നൊരു ചോദ്യം വരുമല്ലോ. 2020 വിട്ട് കഴിഞ്ഞാൽ ഇനി അഖിൽ മാരാർ എങ്ങോട്ട് എന്നുള്ളതാണ് ചോദ്യം. അന്ന് അഖിൽ ഈ 2.5 മാസമായിട്ട് തുറന്നു പറയുമ്പോൾ പോലും TVK തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ സാധ്യതയും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് TVKയുടെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ചില്ലകൾ കേരളത്തിലേക്കും വരാനും കേരളത്തിൽ TVK ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് മാറാനും സാധിക്കും എന്നുള്ളൊരു മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സാബു എം ജേക്കബിനോട് കഴിഞ്ഞ 2.5 മാസമായിട്ട് ഈ 2020യുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്താനും യുവാക്കളെ കൂടുതൽ അണിചേർക്കണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അഖിൽ മാരാർ സാബു എം ജേക്കബിനോട് സംസാരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയില്ല എന്നതും കൂടി പറയുന്നു. പറഞ്ഞ സീറ്റ് തന്നില്ല, മാത്രമല്ല സാബു എം ജേക്കബ് നോമിനേഷൻ സമയത്ത് മാത്രമാണ് വരുന്നത്. അതുവരെ, അതായത് അതിന് മുന്നെയോ അതിന് ശേഷമോ സാബു എം ജേക്കബ് വന്നിട്ടില്ല. നോമിനേഷൻ സമയത്ത് മാത്രമാണ് തനിക്കൊപ്പം സാബു എം ജേക്കബ് ഉണ്ടായിരുന്നത്. തനിക്ക് പരിചിതമല്ലാത്ത മണ്ഡലത്തിൽ തനിക്കൊപ്പം ആരൊക്കെ ഉണ്ടെന്ന് പോലും അറിയാത്ത സാഹചര്യത്തിൽ സാബു എം ജേക്കബിനെ പോലെ ഒരു വ്യക്തി പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതും കൂടി ഇവിടെ അഖിൽ മാരാർ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ അഖിൽ മാരാർ മാത്രമാണോ ചതിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അല്ല. 2020 വിശ്വസിച്ചുകൊണ്ടുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട താരമാണ് അഞ്ജലി നായർ. ആതിര ഡി നായർ മറ്റൊരു ആങ്കർ ആയിരുന്നു. അവരും 2020യിലേക്ക് വരികയായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഈ ചതിക്കുഴി പറ്റി എന്നൊന്നും പറഞ്ഞിരുന്നു. അഞ്ജലി നായർ ഇതേ സങ്കടം തന്നോട് പറഞ്ഞിരുന്നു എന്നതാണ് അഖിൽ മാരാർ പറയുന്നത്. ഒരു പൈസ പോലും കിട്ടിയിരുന്നില്ല, തൻ്റെ കയ്യിൽ നിന്നാണ് ചെലവ് വരുന്നത്. 25 ലക്ഷം മുതൽ 2.5 കോടി രൂപ വരെ കൈപ്പറ്റിയല്ലേ നിങ്ങൾ ഈ സ്ഥാനാർത്ഥിത്വം തന്നെ ഉറപ്പിച്ചത് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു. പൈസ കിട്ടിയിട്ടല്ലേ സ്ഥാനാർത്ഥിയായതെന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അഖിൽ മാരാർ വേറൊരു കാര്യം കൂടി പറയുന്നത്, 2020ക്ക് BJP ഫണ്ട് കൊടുത്തിരുന്നു. അതായത് BJP 2020ക്ക് ഫണ്ട് കൊടുത്തിരുന്നു, പക്ഷേ അത് ഉപയോഗിച്ചില്ല. അതൊരു ഒറ്റയാൾ കേന്ദ്രത്തിലേക്ക് മാത്രമായി പോയി. തനിക്കൊന്നും ആ ഫണ്ട് കിട്ടിയില്ല. ആ ഫണ്ട് എവിടെ പോയി എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ അഖിൽ മാരാർ ചോദിക്കുന്നു. അതൊന്നും ഉപയോഗിച്ചില്ല എന്നുള്ള വിമർശനം കൂടി അഖിൽ മാരാർ ഉന്നയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തൻ്റെ ആരോപണങ്ങൾ കൃത്യമായി പറയുന്നു. അതോടൊപ്പം തന്നെ അഖിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, താനും സാബു ജേക്കബും തമ്മിൽ സംസാരിച്ച വാട്സാപ്പ് ചാറ്റുകൾ പുറത്തുവിടാൻ താൻ തയ്യാറാണ് എന്നതാണ് അഖിൽ മാരാർ പറയുന്നത്. അതായത് മാർച്ച് 15-ന് തൃക്കാക്കരയിൽ സീറ്റ് നൽകാമെന്ന് സാബു എം ജേക്കബ് പറയുമ്പോൾ, വാട്സാപ്പിലൂടെ പറയുമ്പോൾ, അത് ചതിയാണ്, അത് തെറ്റാണ്, താൻ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്നതുൾപ്പെടെ ആ ചാറ്റിൽ പറയുന്നുണ്ടെന്ന് അഖിൽ മാരാർ പറയുകയും ചെയ്യുന്നു. സോ 2020 ഒരു ബാക്ക് സ്റ്റാബ് ചെയ്തു അഖിൽ മാരാർ എന്നതാണ് അഖിൽ മാരാറിൻ്റെ വാദം. അതനുസരിച്ച് തന്നെയാണ് അഖിൽ മുന്നോട്ട് പറയുകയും ചെയ്തത്. അങ്ങനൊരു വാദത്തിലേക്ക് തന്നെയാണ് അഖിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് തിരികൊളുത്തുന്നു. അഖിൽ മാരാർ 2020 വിടുന്നു. 2020 വിട്ട് കഴിഞ്ഞാൽ അഖിൽ മാരാർ ഇനി എങ്ങോട്ടേക്ക്? ഈ ചോദ്യം അവിടെ നിൽക്കുന്നത്. അഖിൽ മാരാറിൻ്റെ എതിരാളിയായിരുന്നത് ഉമാ തോമസ് ഉൾപ്പെടെയുള്ളവർ. ഉമാ തോമസിനോടൊക്കെ രാഷ്ട്രീയത്തിന് എതിരായിട്ട് സംസാരിക്കാൻ തനിക്കൊന്നും ഇല്ല എന്നതുകൂടി അഖിൽ മാരാർ പറയുന്നു. അവരൊരു പാവം സ്ത്രീയാണെന്നതുകൂടി അഖിൽ മാരാർ പറയുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് വിഷയങ്ങൾ തനിക്കുണ്ടായി, ഒരു മാനസികമായ വിഷമമുണ്ടായി, ചതി പറ്റി എന്നുൾപ്പെടെ അഖിൽ മാരാർ പറയുമ്പോൾ അഖിൽ മാരാർ 2020 വിടുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.